മനസ്സിലാകാതിരുന്നിട്ട് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ പോലെ സർക്കാരുകൾ ഇടപെടും അല്ലെങ്കിൽ ഇടപെടുമായിരിക്കും. കാർത്തിക് തുടരുക. കാർത്തികുമായിട്ടുള്ള ടെലിഫോൺ ബന്ധമില്ല. ഏതായാലും പെട്രോൾ ഡീസൽ വിലവർധന ഇന്നും ഉണ്ടായി. കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട്. ജനങ്ങൾ തീർത്തും നിസ്സംഗരും നിസ്സഹായരും. ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. മറ്റു വാർത്തകളിലേക്ക്. രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ നിർബന്ധിത ഫാസ്ടാഗ് സംവിധാനം നിലവിൽ വന്നു. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ടോൾ കടക്കണമെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. ടോൾ പ്ലാസകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. വിവരങ്ങളുമായി കുമ്പളത്ത് നിന്ന് MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഏതായാലും ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫാസ്ടാഗ് വരുന്നതോടുകൂടി ടോൾ പ്ലാസകൾ വഴി ഈസി ആയിട്ട് പോകാം എന്നാണ് പറഞ്ഞു വെച്ചിരുന്നത്. എന്താണ് അവസ്ഥ? ഗോപി 2 തവണ മാറ്റിവെച്ച തീരുമാനമാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ കർശനമായി നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കുമ്പളം ടോൾ പ്ലാസയിലാണ് ഉള്ളത്. രാവിലെ അല്പനേരത്തേക്ക് ചെറിയ ഗതാഗത തടസ്സം ടോൾ പ്ലാസയിൽ അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വാഹനങ്ങൾക്ക് അധിക നേരം ടോളിൻ്റെ പൈസ നൽകുന്നതിനായി അവിടെ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. വാഹനം ആ ബാരിക്കേഡിൻ്റെ പിൻവശത്ത് എത്തുമ്പോൾ തന്നെ റീഡിംഗ് നടക്കുകയും പിന്നീട് വാഹനങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ തീരുമാനം നടപ്പിലാക്കിയത് അറിയാതെയും നിരവധി വാഹനങ്ങൾ ഈ ടോൾ പ്ലാസയിലൂടെ കടന്നു പോകാനെത്തുന്നു. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കൗണ്ടർ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ യഥാർത്ഥ തുകയുടെ ഇരട്ടി തുകയാണ് അവർ നൽകേണ്ടി വരുന്നത്. അതായത് കാറിന് 40 രൂപയാണെങ്കിൽ 80 രൂപ നൽകിയാൽ മാത്രമാണ് അവർക്ക് ടോൾ പ്ലാസയിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്. ഒപ്പം സാങ്കേതികമായ പല തടസ്സങ്ങളും നേരിടുന്നതായും ചിലർ പരാതിപ്പെടുന്നു. കാരണം ഈ നേരത്തെ പലവട്ടം ഉപയോഗിക്കാതിരുന്ന ഫാസ്ടാഗിൽ നിന്നും പണം നഷ്ടപ്പെടുകയും ഇവിടെ എത്തുമ്പോൾ ബാക്കി തുകയില്ല എന്ന കാരണത്താൽ ഇരട്ടി തുക അടയ്ക്കേണ്ട അവസ്ഥ വരുന്നു. ഒപ്പം ഫാസ്ടാഗുകൾ കൃത്യമായി റീചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമല്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. എന്തായാലും PDP പോലെ ചില കക്ഷികൾ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. അവർ ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ടോൾ പ്ലാസയുടെ മുൻവശത്ത് ഉപരോധം നടത്തുന്നു. നിരവധി പോലീസുകാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസുകാരും പ്രവർത്തകരുമായി നേരിയ ഉന്തും തള്ളലും ഉണ്ടായെങ്കിലും ഇപ്പോൾ അവർ റോഡിൽ നിലയുറപ്പിച്ച് അവരുടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ KSRTC ബസ്സുകൾ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. KSRTC ബസ്സുകളിൽ നിന്നും പണം വാങ്ങിയാണ് ആദ്യം കടത്തിവിട്ടിരുന്നത്. എന്നാൽ പിന്നീട് സർക്കാർ ഉത്തരവ് കാണിക്കുകയും ഇതേ തുടർന്ന് വാഹനങ്ങളുടെ നമ്പർ എഴുതി വെച്ച ശേഷം ഇപ്പോൾ കടത്തിവിടുന്ന അവസ്ഥയുമുണ്ട്. മറ്റ് ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ നിലവിൽ സുഗമമായ രീതിയിൽ തന്നെയാണ് ഫാസ്ടാഗ് സംവിധാനത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഗോപി. MS അനീഷ് കുമാറാണ് ആ വിവരങ്ങൾ നൽകിയത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ ഉലഞ്ഞ സർക്കാർ. സമരം ഒത്തുതീർപ്പാക്കാനുള്ള തിരക്കിട്ട കൂടിയാലോചനകളിലാണ് സർക്കാർ കേന്ദ്രങ്ങൾ. എന്നാൽ എങ്ങനെ തീർക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി സമരം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഉദ്യോഗാർത്ഥികളും പ്രതിപക്ഷവും. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക്. ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഉമേഷ്, സ്വാഭാവികമായും ഇന്നലത്തെ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സമരം പൊതുജനത്തിനിടയിലുണ്ടാക്കിയ, കാണുകയും കേൾക്കുകയും ചെയ്തവർക്കിടയിലുണ്ടാക്കിയ വികാരവും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇന്നെങ്ങനെയാണ് സമരത്തിൻ്റെ തുടർച്ച? മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾ കൂടാതെ യുവജന പ്രസ്ഥാനങ്ങളും സമരവേദിയിലേക്ക് വരുന്നു. എന്താണ് അവസ്ഥ? ഇന്ന് പ്രതിപക്ഷ യുവജന പ്രസ്ഥാനങ്ങളുടെ വിവിധ സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതുപോലെ റോഡിൽ ഇഴഞ്ഞ് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സമരം, അത്തരത്തിലുള്ള സമര മാർഗങ്ങളിലേക്ക് ഇന്ന് ഉദ്യോഗാർത്ഥികൾ പോകുന്നില്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത്. കാരണം ഒരുപക്ഷേ സംഘർഷ സാധ്യതയോ മറ്റോ ഉണ്ട് എങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ടായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പക്ഷേ MLA മാർ വരുന്നു. ഇപ്പോൾ അവരോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അവരുടെ ഒരു സ്റ്റാൻഡ് അല്ല, ഞാൻ ഇവരെ പറ്റി വളരെ മോശമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം. അവർ പറയുന്നത് അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അതിനെ അപ്രായോഗികമാക്കിയത് ആരാന്നുള്ളതിനല്ലേ ഗവൺമെൻറ് ആദ്യം മറുപടി പറയേണ്ടത്. ശിവരഞ്ജിത്തിൻ്റെയും നസീമിൻ്റെയും പേരിൽ തട്ടിപ്പടത്തിയത് അവരാണ്. അവർ പഠിച്ച് പാസ്സായവരാ, അവർ ഫിസിക്കൽ കഴിഞ്ഞ് വന്നവരാ. ബാക്ക് ഡോർ വഴി വലിയ വിഷമത്തിലും പലർക്കും അസുഖങ്ങളെല്ലാം വന്നു തുടങ്ങി. എന്താ കുട്ടികൾ ചെയ്യുക? ഞാൻ പറഞ്ഞ അവർക്ക് പ്രതിഷേധിക്കുകയല്ലാണ്ട് അവരുടെ മുമ്പിൽ എന്താ മാർഗം? അവരോടൊന്നൊരു ചർച്ചയ്ക്ക് ഒരു മന്ത്രിയോ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെങ്കിലും വരണം. പേഴ്സണൽ സ്റ്റാഫിനോട് ചർച്ച നടത്തുക. പേഴ്സണൽ സ്റ്റാഫാണോ കേരളം ഭരിക്കുന്നത്? നിങ്ങളുടെ ഒരു സമരം ഏത് രീതിയിൽ ഗവൺമെന്റിന് തീരുമാനം എടുക്കാവുന്ന ദിവസങ്ങളുണ്ടല്ലോ. നോട്ടിഫിക്കേഷൻ വരെയും ഗവൺമെന്റിന് തീരുമാനം എടുക്കാം. ഗവൺമെന്റ് തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾ നോക്കും. അതിനുവേണ്ടി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും. ഇല്ലെങ്കിൽ പിന്നെ തീരുമാനം എടുക്കേണ്ടത് ജനങ്ങളല്ലേ. അപ്പം ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകും.
ഈ രണ്ട് വിഭാഗങ്ങളോട് ഇവരോട് ചർച്ചയ്ക്ക് പോലും അല്ലെങ്കിൽ അത്തരമൊരു അനുഭാവ സമീപനം പോലും CPO ലിസ്റ്റിലുള്ളവരോട് കാണിക്കുന്നില്ല. അല്ല, അവരെ ഒരു പകയോടെയാണ് കാണുന്നത്. 3 ഫ്രോഡുകൾക്ക് 3 ക്രിമിനലുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിന് 3000 പേരോട് പക വെച്ച് പുലർത്തി അവരെ തെരുവിലേക്ക് എറിഞ്ഞിരിക്കുക. അവരോട് വിരോധമാണ്. അവർ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് ചില നേതാക്കന്മാർ മാധ്യമങ്ങളെ അറിയിക്കുകയാണ്. അവരോടൊരു ചർച്ചയ്ക്ക് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ വല്ല തീവ്രവാദികളാണോ? പിൻവാതിൽ വഴി എന്തെങ്കിലും നിയമനത്തിന് ശ്രമിച്ചവരാണോ? യുവജന വിരുദ്ധതയുടെ മൂർത്ത രൂപമായിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ DYFI സംസ്ഥാന പ്രസിഡന്റ് അടക്കം ആരോപിച്ചത് ഇത്തരത്തിൽ നിങ്ങൾ സമരം ഏറ്റെടുത്തത് ഇത്തരത്തിൽ ഇലക്ഷൻ മുന്നിൽ കണ്ട് ഇവിടെ ഒരു ചോര പൊടിയിച്ച് അത് സർക്കാരിനെതിരെയുള്ള വികാരമാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണെന്ന് ആരോപണമുണ്ടായി. DYFIയുടെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് സഹതാപമുണ്ട്. ഇത് യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇത്രയും ചെറുപ്പക്കാരൊരു സമരം നടത്തുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് പകരം, അവർക്ക് വേണ്ടി ഇടപെടുന്നതിന് പകരം മുൻകാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെയും സമരങ്ങളെയൊക്കെ അപ്പാടെ അവർ തന്നെ തള്ളിപ്പറയുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് DYFI മാറിപ്പോയതിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട്. അവർക്ക് യുവജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ കഴിവില്ലാത്ത നേതൃത്വം അതിനുണ്ടായിപ്പോയതിൻ്റെ പ്രയാസം ഈ റാങ്ക് ലിസ്റ്റിലുള്ള SFI DYFIക്കാർക്ക് വരെ ഉണ്ട്. അതിൽ കോൺഗ്രസ്സുകാരെക്കാളും കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളാണ് നിങ്ങൾ ചാനൽ ചർച്ചകളിൽ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും ഒക്കെ തോമസ് ഐസക്ക് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന്. വീട്ടിലിരുന്ന് എങ്ങനെ അറിയാം? ആൾക്കാർ വന്ന് കണ്ട് ചോദിക്കട്ടെ, ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ഇവരോട് സംസാരിക്കട്ടെ. അപ്പോൾ അവർ പറയും എന്തിനു വേണ്ടിയാണ് സമരം നടത്തുന്നത്. പിന്നെ വിജയരാഘവൻ പറയുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സമരം. ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തതല്ല, അവരുടെ സമരം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ സമരാവശ്യങ്ങളോട് ഐക്യപ്പെടുകയാണ്. ഇതാണ് ഷാഫി പറമ്പിൽ MLAക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ AG ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇവിടെ സമരം നടത്തുകയാണ്. നമ്മൾ ആദ്യം നിന്ന സ്ഥലം എന്ന് പറയുന്നത് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളായിരുന്നു. ഇതേ രീതിയിൽ ഇവരും സമരം ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെ ഇവരാണ്, അതായത് CPO LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരാണ് റോഡിൽ അത്തരമൊരു വൈകാരിക സമര രീതിയിലേക്ക് പോയത്. അത്തരത്തിൽ മറ്റൊരു സമര രീതിയിലേക്ക് ഇന്ന് പോകുന്നില്ല എന്നാണ് കരുതുന്നത്. ഇന്ന് നിങ്ങൾ മറ്റേതെങ്കിലും സമര രീതിയിലേക്ക് പോകുന്നുണ്ടോ ഇന്നത്തെ പോലെ? ഞങ്ങൾ ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും ഒരു സമര രീതിയിലേക്ക് പോകുന്നില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ ശക്തമായ സമര രീതിയിലേക്ക് തന്നെ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഇനിയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ സർക്കാരിന് മുന്നിൽ സമയമുണ്ട്. ഇനിയും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നയമാണെങ്കിൽ ഉറപ്പായും ശക്തമായ രീതിയിൽ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത യുവജന പ്രക്ഷോഭത്തിലേക്ക് LGS റാങ്ക് ഹോൾഡേഴ്സ് പോകുന്നു തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഇതാണ് ഇവർക്കും പറയാനുള്ളത്. എന്തായാലും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളും പ്രതിപക്ഷ സംഘടനകളും പറയുന്നത്. സ്വാഭാവികം രമേശ്, അവർ പറയുന്നു സ്വാഭാവികം സമരത്തിന്റെ ആദ്യ ഘട്ടത്തിൽ എങ്ങനെയാണോ ഭരണകൂടം അതിനെ സമീപിച്ചിരുന്നത് അതുപോലെയല്ല പൊതുവികാരം ഒരു പരിധിവരെ അവർക്ക് അനുകൂലമാകുന്നു, അല്ലെങ്കിൽ അവരുടെ അനുഭാവം വേണമെന്ന് പറയുന്നു. ഒരു ചർച്ചയ്ക്കെങ്കിലും വിളിച്ചുകൂടെ, എന്നൊന്നും ഞങ്ങളുണ്ടെന്ന് കൂടെ എന്ന് പറയണ്ട, എന്നാലും ഒന്ന് ചർച്ചയ്ക്കെങ്കിലും വിളിച്ചുകൂടെ എന്നുള്ളൊരു പൊതുബോധം ഉണ്ടായി വരുന്നു. സർക്കാരിന് ആ ഒരു ബോധം ഒരു സമ്മർദ്ദം തന്നെയല്ലേ? അത്തരത്തിലുള്ള ആലോചനകൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ? ഇപ്പോഴും സർക്കാർ തീരുമാനം അല്ലെങ്കിൽ സർക്കാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പലരും പല അഭിപ്രായങ്ങൾ, അതായത് സർക്കാരിൻ്റെ ഔദ്യോഗികമായി അവർക്ക് ഇതൊന്നും ചെയ്യാനില്ല എന്നുള്ള വേർഷൻ പറയുമ്പോഴും സമരം എങ്ങനെ അവസാനിപ്പിക്കും അല്ലെങ്കിൽ സമരക്കാരുമായി എങ്ങനെ ചർച്ച നടത്തി ഇത് പരിഹാരം കാണും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഈ ഒരു കൃത്യമായ മറുപടി പലരുടെയും ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇതേ രീതിയിൽ സമരം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സ്വാഭാവികമായി ഇലക്ഷൻ വരുന്നുണ്ട്. അതുകൂടാതെ വലിയ രീതിയിൽ ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് ഇത്രത്തോളം വലിയ രീതിയിലുള്ള പൊതുജനങ്ങളുടെ സമരം, രാഷ്ട്രീയ സമരങ്ങൾ കണ്ടതാണ്. പക്ഷേ ഒരു പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾ ഒന്നിച്ച് സമരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സർക്കാരിനും ആദ്യഘട്ടത്തിൽ ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയക്കാർ ഇതിനിടയിൽ നുഴഞ്ഞു കയറി സമരം അട്ടിമറിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതിനുപോലും ശ്രദ്ധ നൽകാതെ അല്ലെങ്കിൽ അത്തരമൊരു ആരോപണങ്ങളിൽ പോലും അവർ വീണുപോകാതെ ശക്തമായി സമരം തുടരുന്ന സാഹചര്യത്തിൽ അത് സർക്കാരിന് എന്തായാലും ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായ കേൾക്കുന്ന മങ്ങൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ ഏത് രീതിയിൽ അവസാനിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. രമേശ്, ഇന്നലെ സമരം ചെയ്തവർക്ക് പലർക്കും നമ്മൾ കണ്ടാണ് പൊരി വെയിലത്ത് അവർ നടക്കുമ്പോൾ പലരും കുഴഞ്ഞു വീണിരുന്നു. പിന്നെ ചിലർക്കൊക്കെ അസുഖമായി എന്ന് പറയുന്നു. നമുക്കറിയാം രാവിലെയും വൈകിട്ടും ഒക്കെ ആ റോട്ടിൽ കിടക്കുന്നവരാണ്. എന്താണ് അവരുടെയൊക്കെ ഒരു അവസ്ഥ? ആർക്കും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നിലവിൽ
CPO റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന കുറച്ചുപേർ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അവർ വീടുകളിൽ പോയി. ഇന്നലെ കൂടുതലും റോഡിൽ സമരം നടത്തിയത് ഈ LGS റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരുന്നു. നിങ്ങളിൽ പലർക്കും ഇന്നലെ ഈ സമരത്തിനിടയിൽ ചെറിയ ദേഹാസ്വാസ്ഥ്യങ്ങളെല്ലാം അനുഭവപ്പെട്ടല്ലോ. അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? എല്ലാവരും അല്ല, അവരെ ശാരീരിക അസുഖം ഭാവിച്ചവരൊക്കെ ഇന്ന് വരും, ഇന്ന് പങ്കെടുക്കും. ബാക്കിയുള്ളവർ റെസ്റ്റിലാണ്. അത്രയും വേറെ എന്തെങ്കിലും കാര്യമായ വലിയ ബുദ്ധിമുട്ടുകളിലേക്കൊന്നും പോയിട്ടില്ല? കാര്യമായ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്നലെ ഞാനില്ലായിരുന്നു, കാരണം ഇന്നലെ ഉണ്ടായിരുന്നു. സമരം മുന്നോട്ട് കൊണ്ടുപോകും. സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇന്നലെ പിന്നെ ഒരുപാട് ജില്ലയിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു. ഇന്നും ഇനി വരാനാണ് സാധ്യതയുണ്ട്. പിന്നെ കുറേ ദിവസമായിട്ട് കുട്ടികളെ എല്ലാം ഉപേക്ഷിച്ച് ദൂരം നിന്നൊക്കെ വന്ന് ഇവിടെ കിടക്കുന്നവരൊക്കെയാണ്. അപ്പം ഇനി ആൾക്കാർ വരാനുണ്ട്. സമരം എന്തായാലും ശക്തമായിട്ട് തന്നെ കൊണ്ടുപോകാനാണ് നമ്മുടെ തീരുമാനം. ഇതേ രീതിയിലാണ് എന്തായാലും സമരം ശക്തമായി കൊണ്ടുപോകും. അത് തന്നെയാണ് ഇവരുടെയും തീരുമാനം. സുമേഷാണ് വിവരങ്ങൾ നൽകിയത്. പിൻവാതിൽ നിയമനങ്ങളിലൂടെ സംവരണം അട്ടിമറിക്കപ്പെടുന്നു.